പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം അല്ലേ? കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എന്തായാലും ഒന്നും മിണ്ടാത്തെ? പെരുവള്ളൂരല്ലേ ഇത് സ്ഥലം? പെരുവള്ളൂരുകാരെ മസിലൊക്കെ വിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളിൽ ഒരാൾ മാത്രമാണ് അല്ലേ? നിങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളൊന്നുമില്ല. നിങ്ങളുടെ പോലെ മകളായും പെങ്ങളായും ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂനായും ചിലപ്പോൾ മൂത്തച്ചിയോ ഇളച്ചിയോ ഒക്കെ ആയി ഇങ്ങനെ ജീവിതം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് അല്ലേ? നമ്മളൊക്കെ ഒരു തരം അഭിനയല്ലേ ജീവിതം അല്ലേ? നമ്മുടെ സിനിമയിലെ മികച്ച നടിയാവാനും മികച്ച നടനാവേണമേ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന നടന്മാരാണ് നമ്മളൊക്കെ. നാളെ ഒരു ദിവസം വരും, എൻ്റെ സിനിമയിലെ അല്ലെങ്കിൽ എൻ്റെ നാടകത്തിലെ മികച്ച നടിയെ അനൗൺസ് ചെയ്യപ്പെടും. മികച്ച നടനെ പ്രഖ്യാപിക്കുന്ന ദിവസം വരും. അന്ന് മികച്ച മകൾക്കുള്ള അവാർഡ് അതെനിക്ക് തന്നെ ലഭിക്കണമേ, മികച്ച പെങ്ങൾക്കും ഭാര്യയ്ക്കും മരുമകൾക്കുമുള്ള അവാർഡ് അതെനിക്ക് തന്നെ ലഭിക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അതൊരു പക്ഷേ ഈ ഭൂമിയിലെ ജീവിതത്തിലാവില്ല. ഭൂമിക്കപ്പുറത്ത് മരണശേഷം നാം ഓരോരുത്തരും ആസ്വദിക്കാൻ പോകുന്ന ഒരു ലോകമുണ്ട്, പരലോകം. അവിടെ വെച്ചായിരിക്കാം ആ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ അവാർഡിൽ വിജയിക്കുന്നവരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരാൾ ഒരുമിച്ച് ചേർന്നിങ്ങനെ ഒരു കഥ പറയാണ്. കഥയും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം അല്ലേ? സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും വേണ്ടല്ലോ. എന്തൊന്നും പറയാത്ത വേണോ? അപ്പൊ കഥയിൽ എന്നെ തുടങ്ങാം. ഒരിക്കല് ഒരു ഗുരുവിൻ്റെ അരികിൽ ചെന്നിട്ട് ഒരു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, അല്ലയോ ഗുരുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാടേറെ ആളുകളെ പരിചയപ്പെടാറുണ്ട്. എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം. എൻ്റെ കുടുംബത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും ഞാൻ പഠിക്കുന്ന ഇടങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാടേറെ ആളുകൾ എൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കുറേയേറെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഈ കുറേയേറെ ആളുകളിൽ ആരെയൊക്കെയാണ് നല്ലവരുള്ളത്, ആരെല്ലാമൊക്കെയാണ് ചീത്ത ആളുകൾ, ആരൊക്കെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്, ആരെയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് അല്ലെങ്കിൽ അവിശ്വസിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ് പെൺകുട്ടി. ഗുരു കുറച്ച് സമയം മൗനിയായിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. അതിനുശേഷം ദൂരെയുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറയാണ്, അതാ അവിടെ ദൂരെ ഒരു പൂന്തോട്ടമുണ്ട്. ഭംഗിയുള്ള വിശാലമായ പൂന്തോട്ടമാണ്. മാത്രമല്ല പൂന്തോട്ടത്തിൽ കണ്ണിന് കുളിരേകുന്ന അനവധി പൂക്കളുണ്ട്. എല്ലാ പൂക്കളും ഒന്നിനൊന്ന് ഭംഗിയുള്ള പൂക്കളാണ്. ആ പൂന്തോട്ടത്തിൽ ചെന്നിട്ട് അവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള കൂട്ടത്തിൽ ഏറ്റവും മനോഹരമെന്ന് നിനക്ക് തോന്നുന്ന പൂ പറിച്ച് എനിക്ക് സമ്മാനമായി നൽകിയാൽ അപ്പോൾ ഞാൻ പറയാം നീ ആരെ സ്നേഹിക്കണം, ആരെയെല്ലാം ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്ന്. കുട്ടിക്ക് സന്തോഷമായി. കാരണം എളുപ്പമുള്ള ടാസ്ക്കാണ്. ഓടിച്ചെന്ന് പൂന്തോട്ടത്തിൽ ചെന്നൊരു പൂ പറിച്ച് കൊണ്ടുവന്ന് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. അവൾ ഓടിച്ചെന്നു, പൂന്തോട്ടത്തിലെത്തി. ചെന്ന് നോക്കുമ്പോൾ മനോഹരമായ പൂന്തോട്ടമാണ്. ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്, ഭംഗിയുള്ള പൂക്കൾ. പൂന്തോട്ടത്തിലെത്തിയതും മുന്നിൽ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആ പൂവിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കുകയാണ്. അവൾ ഓടിച്ചെന്ന് പൂവിനരികിലെത്തി. ഇത് തന്നെയാണ് ഗുരുവിന് സമ്മാനിക്കാനുള്ള ഏറ്റവും ഭംഗിയുള്ള പൂവ് എന്ന് മനസ്സിലാക്കി ആ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പതിയെ കുനിയാണ്. കുനിഞ്ഞ് പൂവിലേക്ക് ഇങ്ങനെ കൈ പോവുമ്പോൾ പെട്ടെന്നതാ ആ പൂവിൻ്റെ തൊട്ടു പിറകില് ആദ്യം കണ്ട പൂവിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു പൂവ്.
അവൾക്ക് വീണ്ടും സന്തോഷം കൂടി. കാരണം എന്താ, ആദ്യം കണ്ട പൂവിനേക്കാൾ രണ്ടാമത് കണ്ട പൂവിന് ഭംഗിയുണ്ടായിരുന്നു. ഉടനെ രണ്ടാമത് കണ്ട പൂവിലേക്ക് അവളുടെ കൈകൾ ഇങ്ങനെ നീളാണ്. പറിക്കാൻ ഒരുങ്ങുമ്പോൾ ആ പൂവിൽ നിന്നും 3-4 പൂക്കൾക്കിപ്പുറത്ത് മറ്റൊരു പൂവ് കണ്ടു. ആ പൂവിലേക്ക് ഒന്നും കൂടെ സൂക്ഷിച്ച് അവളൊന്ന് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ നേരത്തെ കണ്ട 2 പൂക്കളെക്കാളും ഭംഗിയുണ്ടായിരുന്നു മൂന്നാമത് കണ്ട പൂവിന്. കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് ആ പൂവിലേക്ക് പതിയെ നടന്നു അരികിലെത്തി. പറിക്കാൻ ഒരുങ്ങുമ്പോൾ ആ പൂവിൽ നിന്നും കുറച്ച് പൂക്കൾക്കപ്പുറത്ത് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു പൂവ്. ഇങ്ങനെ ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ കാണുന്ന പൂക്കളെക്കാളും മനോഹരമായ മറ്റോരോ പൂക്കളെയും കണ്ട് ഓരോ പൂവിൽ നിന്നും നടന്നകന്നകന്ന് അവസാനം അവൾ ആ പൂന്തോട്ടത്തിൻ്റെ മറുമൂലയിലെത്താണ്. ഏറ്റവും അപ്പുറത്തെത്തി മറുമൂലയിലെത്തി നോക്കുമ്പോൾ അവിടെയുണ്ട് ഇക്കണ്ട അനേകം പൂക്കളേക്കാൾ ഭംഗിയുള്ള ഏറ്റവും അവസാനത്തെ പൂവ്. അവൾക്ക് സന്തോഷം പിന്നെയും പിന്നെയും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, ഏറ്റവും ഭംഗിയുള്ള പൂവാവണം ഗുരുവിന് സമ്മാനിക്കേണ്ടത്. ഒടുവിൽ കണ്ട പൂക്കളെ ഇങ്ങനെ പറിക്കാൻ വേണ്ടി ആ തണ്ടിലേക്ക് അവളുടെ കൈകൾ ചെന്ന് പതിയെ ഇറുക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്കൊരു ചിന്ത വരികയാണ്. അവൾ ഓർക്കുകയാണ്, അല്ല, ഈ കണ്ട പൂക്കളെക്കാളും ഒക്കെ ഭംഗി ഉണ്ടായിരുന്നില്ലേ ആദ്യം കണ്ട പൂവ്? പൂന്തോട്ടത്തിലേക്ക് എത്തിയ സമയത്ത് എൻ്റെ കൺകളിൽ ഉടഞ്ഞ ഒരു പൂവുണ്ടായിരുന്നു. ആ പൂവായിരുന്നില്ലേ ഈ കണ്ട പൂക്കളെക്കാളും എല്ലാം മനോഹരം എന്ന ചിന്തയിൽ ആ പൂക്കളെയെല്ലാം ഉപേക്ഷിച്ച് അവൾ ഓടി വരികയാണ് ആദ്യം കണ്ട പൂവിലേക്ക്. ഓടി ഓടി ആദ്യം കണ്ട പൂവിലെത്തി. പൂ പറിക്കാൻ വേണ്ടി പൂവിലേക്ക് ഇങ്ങനെ കുനിയുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അത്രയേറെ സമയത്തെ വെയിലിൻ്റെ ചൂടേറ്റ് ആ പൂ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. വെയിലിൻ്റെ കഠിനമായ ചൂടേറ്റ് ആ പൂവിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് സങ്കടം വന്നു. പക്ഷേ പ്രതീക്ഷയുണ്ട്. ഉടനെ തന്നെ അവൾ അടുത്ത പൂവിലേക്ക് അവളുടെ കണ്ണുകളെ തിരിച്ചു. പക്ഷേ ആ പൂവും വാടിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഓരോരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂക്കളെല്ലാം വാടിയ അവസ്ഥയിൽ കാണുകയും ഒടുവിൽ ഏറ്റവും അവസാനം കണ്ട ആ പൂ തന്നെ പറിച്ച് ഗുരുവിന് സമ്മാനമായി നൽകുകയാണ്. ഗുരുവിൻ്റെ അരികിലെത്തി പൂ സമ്മാനമായി കൊടുത്തു. പൂ വാങ്ങിച്ചിട്ട് ഗുരു ആ പൂവിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇത്രയേറെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് നിന്നെ പറഞ്ഞയച്ചിട്ട് ഒരുപാട് എണ്ണാൻ പറ്റാത്ത അത്രയും പൂക്കളുള്ള ആ പൂന്തോട്ടത്തിലേക്ക് എത്തിയിട്ട് ഈ വാടിയ പൂവാണോ എനിക്ക് സമ്മാനമായി നൽകാൻ നിനക്ക് കിട്ടിയത് എന്ന ചോദ്യത്തിന് കണ്ണു നിറഞ്ഞുകൊണ്ട് മോള് ആ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവേ, ഓരോ പൂക്കളിലെത്തുമ്പോഴും ആ പൂക്കളെല്ലാം ഭംഗിയുള്ള പൂക്കളായിരുന്നു. പക്ഷേ ഭംഗിയുള്ള ഒരു പൂവിനെ കണ്ട് ആ പൂവാണ് ഏറ്റവും ഭംഗി എന്ന് തോന്നുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പൂവിനെ കണ്ടുകൊണ്ട് ആ പൂവിനല്ലേ ഭംഗി എന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വന്നു. ഉടനെ ഓരോരോ പൂക്കളിൽ നിന്നും അകന്നകന്ന് അവസാനം കണ്ട പൂവിലെത്തിയപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഞാൻ ആദ്യം കണ്ട പൂവിനായിരുന്നില്ലേ ഏറ്റവും ഭംഗിയുണ്ടായിരുന്നത് എന്ന്. തിരിച്ചറിവിനൊടുവിൽ ഞാൻ ആദ്യത്തെ പൂവിലെത്തിയപ്പോഴേക്കും വെയിലിൻ്റെ ചൂടേറ്റ് പൂക്കളെല്ലാം വാടി തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ വർണ്ണങ്ങളെല്ലാം മങ്ങി ഭംഗിയില്ലാത്ത പൂക്കളായി തീർന്നിരുന്നു ഗുരുവേ. അതുകൊണ്ട് ഈ പൂവാണ് സമ്മാനമായി എനിക്ക് ലഭിച്ചത് എന്ന് പറയാണ്. ഗുരു പൂ സ്വീകരിച്ച് പൂവിനെ ഇങ്ങനെ മാറ്റിവെച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്, മോള് ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും ഇത് തന്നെയാണ്. നാം മനുഷ്യർ നമ്മുടെ തീരുമാനപ്രകാരമല്ലാതെ ജനിച്ചവരാണ് അല്ലേ? പെരുവള്ളൂരരെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തീരുമാനപ്രകാരം ജനിച്ചവരുണ്ടോ? ഇല്ല അല്ലേ? ഞാനും എൻ്റെ തീരുമാനപ്രകാരം ജനിച്ചവളല്ല. എൻ്റെ ദൈവവിധിയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായിക്കൊണ്ട് ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ വിധിയായിരുന്നു. എൻ്റെ വിധിയായിരുന്നു. എൻ്റെ ദൈവം എന്നിലേൽപ്പിക്കപ്പെട്ട വിധിയായിരുന്നു.
അപ്രകാരം നമ്മുടെ തീരുമാനപ്രകാരമല്ലാതെ ജനിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാടേറെ ആളുകൾ ഇങ്ങനെ കടന്നു പോകും. ഒരുപാടേറെ ആളുകളെ നാം കണ്ടുമുട്ടേണ്ടി വരും, നാം പരിചയപ്പെടേണ്ടി വരും. ഈ മനുഷ്യരിൽ നാം കണ്ടുമുട്ടുന്നവരിൽ, നാം പരിചയപ്പെടുന്നവരിൽ, നാം ചിരിക്കുന്നവരിൽ, നാം സംസാരിക്കുന്നവരിൽ ഒരു സൃഷ്ടി പോലും, ഒരു മനുഷ്യൻ പോലും മറ്റൊരാളെക്കാളും പുകഴ്ത്തപ്പെടേണ്ടവനോ ഒരു മനുഷ്യനും മറ്റൊരാളെക്കാളും ഇകഴ്ത്തപ്പെടേണ്ടവനോ അല്ല. എല്ലാവരും ഈ കണ്ട പൂക്കളെ പോലെ ഭംഗിയുള്ളവരാണ്. എല്ലാവരുടെയും മനസ്സ് ഈ കണ്ട പൂക്കളെ പോലെ ഭംഗിയുള്ളതും നന്മ നിറഞ്ഞതുമാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും പഠിക്കുക എന്നതായിരുന്നു ഗുരു നൽകിയ ഏറ്റവും വലിയൊരു പാഠം. ഇന്ന് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നോക്കൂ, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് പേരാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. ഞാൻ എൻ്റേതെന്ന് പറയുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നും വന്നവളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേത് മാത്രം എന്ന് നാം ഓരോരുത്തരും സ്വകാര്യമായി അഹങ്കരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വന്ന് ഇങ്ങനെ ഒത്തുകൂടിയവരാണ്, കൂടിച്ചേർന്ന് ഇരിക്കുന്നവരാണ്. ഇവിടെ ആരും ഒരുപക്ഷെ രക്തബന്ധത്തിലുള്ളവരാവില്ല, ആരും ഒരുപക്ഷെ സഹോദരി സഹോദരന്മാരായിക്കൊള്ളണമെന്നില്ല, ഒരുപക്ഷെ അയൽപക്കക്കാർ പോലും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടേണ്ടവരും പരിചയപ്പെടേണ്ടവരും ബന്ധങ്ങൾ നിലനിർത്തേണ്ടവരുമാണ്. എല്ലാവരും നന്മ നിറഞ്ഞവരുമാണ്, എല്ലാവരും ഭംഗിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും ഇൻഷാ അല്ലാഹ് നാം ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഈ ഒത്തുകൂടലെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ പോവൂല്ലേ? ഇവിടെ തന്നെ ഇരിക്കുവോ? ഈ ഗ്രൗണ്ടിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. എനിക്കിവിടെ ഇരിക്കുമ്പോഴും നിങ്ങളോട് സംവദിക്കുമ്പോഴും നമ്മളിങ്ങനെ കൂടി ചേരുമ്പോഴും മനസ്സിലൊരാഗ്രഹമാണ്, എല്ലാം അവസാനിപ്പിച്ച് എല്ലാ ചർച്ചയ്ക്കും ഒടുവിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഇണയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളുമുണ്ട്, എൻ്റെ സമാധാന കൂടവിടെയുണ്ട്. ഒരു പക്ഷേ ആ സമാധാന കൂടിനപ്പുറത്ത് എല്ലാ സുഖലോലുപതകളും നിറഞ്ഞ, എല്ലാ ആഡംബരങ്ങളും നിറഞ്ഞ ഒരു ബംഗ്ലാവ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു കൊട്ടാരമുണ്ടെങ്കിലും, ഒരു റിസോർട്ട് ഉണ്ടെങ്കിലും, എൻ്റെ കുടിൽ എന്ന് പറയുന്ന 4 ചുമരുകളും മഴയിൽ നിന്നും വെയിലിൽ നിന്നും മാത്രം എന്നെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂരയും മാത്രമുള്ള ഒരു കുടിലാണ് എൻ്റെ ഇടമെങ്കിലും ആ ഇടങ്ങളിൽ ചെന്ന്, ആ ഇടത്തിൽ ചെന്ന് ആൻറ്റി ഡിപ്രസൻസിൻ്റെയും ഉറക്ക ഗുളികയുടെയും സ്ലീപ്പിംഗ് പിൽസിൻ്റെയും സഹായമില്ലാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാം, അൽഹംദുലില്ലാഹ്, എൻ്റെ സമാധാനക്കൂട് ആ കുടിൽ തന്നെയാണ്. ആഡംബരങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആ കുടിൽ തന്നെയാണ് എൻ്റെ സമാധാനക്കൂട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നോക്കൂ, സ്വർഗത്തിൽ മനുഷ്യപിതാവ് ആദം നബി അലൈഹി അസ്സലാത്തു വസ്സലാമയുടെ നിർമ്മിതി സംഭവിച്ചു കൊണ്ടിരിക്കുക. അതിനിടയിൽ അള്ളാഹുവിനോട് കുടുംബബന്ധം വന്ന് ചോദിക്കുകയാണ്. കുടുംബബന്ധം അള്ളാഹുവിൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവേ, എന്നെ വിച്ഛേദിക്കപ്പെടുന്ന, എന്നെ മുറിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമോ എന്ന്. അള്ളാഹു കുടുംബബന്ധത്തിനോട് പറയാണ്, ഒരിക്കലുമില്ല. നിന്നെ വിച്ഛേദിക്കുന്നവരോടൊപ്പം, നിന്നെ വിച്ഛേദിക്കുന്നവരോട് ഞാനും ബന്ധം വിച്ഛേദിക്കുമെന്നും, നിന്നെ മുറിച്ചു കളയുന്നവരോട് ഞാനും ബന്ധം മുറിച്ചു കളയുമെന്നും ഞാനിവിടെ പറയുകയാണ് എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ മറുപടി. നോക്കൂ, നാം ഓരോരുത്തരും വിശ്വാസികളാണ്, പരിശുദ്ധ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ എന്താണ് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യമെന്ന് അങ്ങ് സ്വർഗലോകത്തിൽ നിന്നും നമ്മിലേക്ക് വർഷിക്കപ്പെടുകയാണ് അള്ളാഹു. പരിശുദ്ധ ഖുർആനിൽ നാം ഓരോരുത്തരോടും, എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുന്നുണ്ട്, നിങ്ങൾ മനുഷ്യർ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. തെറ്റുകൾ ചെയ്യാതെ നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നും ഇറങ്ങി ഓടിക്കൊണ്ട് നന്മകളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട്
അള്ളാഹുവിനെ സൂക്ഷിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കിൽ പ്രാധാന്യമുണ്ട് എന്ന് നാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ? തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്നതോടൊപ്പം 4-ാം അധ്യായത്തിൽ ആ വാക്കിനോടൊപ്പം ചേർത്ത് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു ഓരോ നിമിഷവും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്നതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. അള്ളാഹു ദൈവം നാം ഓരോരുത്തരെയും നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ നിരീക്ഷിക്കുന്ന എൻ്റെ നാഥനോടൊപ്പം ജീവിക്കുമ്പോൾ, എൻ്റെ കണ്ഠനാളത്തേക്കാളും എന്നോട് അരികിൽ നിൽക്കുന്ന, ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നാഥനോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, എൻ്റെ ഓരോ ശ്വാസത്തിലും എൻ്റെ ഓരോ ചിന്തയിലും എൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, എൻ്റെ കുടുംബ ബന്ധങ്ങളോട് ഞാൻ കാണിക്കുന്ന ബാധ്യതകൾ എന്തെല്ലാമാണ്. നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം വരുമ്പോൾ ഇസ്ലാം വീണ്ടും നമ്മെ പഠിപ്പിക്കുക, നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. എന്തിനെ കുറിച്ചാണ്? ഹേ മനുഷ്യരെ, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നാളെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, ഹേ മനുഷ്യരായ ആണിനോടും പെണ്ണിനോടും വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, നിങ്ങൾ പുരുഷന്മാർ ഭാര്യാസന്താനങ്ങളുടെയും മാതാപിതാക്കളുടെയും ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ നമ്മൾ സ്ത്രീകൾ, ഞാനും നിങ്ങളും ഒക്കെ നമുക്ക് എടുത്ത് ഓരോ വ്യക്തികളെ പറയുന്നതിന് പകരം നിങ്ങൾ ഓരോരുത്തരും, നാം സ്ത്രീകൾ അവരുടെ ഭർതൃഗൃഹത്തിൻ്റെ അധിപകളാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ, ചെറിയ പണിയല്ല അല്ലേ തന്നത്? ആണോ? ചെറിയ പണിയാണോ? പെരുവള്ളൂരാരെ, നിങ്ങൾ എന്തെങ്കിലും അന്തം വിട്ടിരിക്കണ്? മനസ്സിലാവണില്ലേ പറയണത്? ചെറിയ പണിയാണോ നമുക്ക് തന്നത്? ആണുങ്ങൾക്ക് ചെറിയ പണിയല്ലേ കൊടുത്തത്? ആരൊക്കെ ഉള്ളു ബാധ്യതയില്? മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും. പക്ഷെ നമുക്കോ ഭർതൃഗൃഹത്തിൻ്റെ അധിപയാക്കി വെക്കുകയാണ് ചെയ്തത്. അൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്ത്രീ അവളുടെ ഭർതൃഗൃഹത്തിൻ്റെ, അവളുടെ ഇണയുടെ വീടിൻ്റെ റാണിയായവളാണ് എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ആ ഓർക്കലിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നീ സദസ്സ്. രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത്ര മനോഹരമായി എനിക്കായിരിക്കും ഈ കാഴ്ച ദർശിക്കാൻ സാധിക്കുന്നത് അല്ലേ? ആണുങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ആണുങ്ങളെക്കാളും 2-3 ഇരട്ടിയോളം വരുന്ന സ്ത്രീകളാണ്, റാണികളാണ്, അധിപകളാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എങ്കിൽ എന്താണ് കുടുംബത്തിൻ്റെ പ്രാധാന്യം? എന്താണ് എന്നെ മുറിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കണമേ എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ച ആ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കുടുംബം വേണോ? എന്തെങ്കിലും അഭിപ്രായം? അത് ഞാൻ നേരത്തെ പറയാൻ മറന്നൂല്ലേ. എനിക്ക് ഒറ്റയ്ക്ക് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറുള്ളൊരു കാര്യമാണ്. നിങ്ങളോട് ചോദ്യമൊക്കെ ചോദിച്ച് നിങ്ങൾ ഉത്തരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഒരു രസമാണ് അല്ലേ? ഇല്ലേ? രസമുണ്ടോ? അപ്പൊ എന്തിനാ കുടുംബം വേണോ? കുടുംബം വേണോ? പിന്നെന്താ വേണമെന്ന് പറയാനൊരു മടി? ഒരു ദിവസമെങ്കിലും അതിനൊന്ന് മാറിക്കാൻ പറ്റിയാലേ. അങ്ങനെയാ? അങ്ങനെ വിചാരിക്കണവരുണ്ടോ? കുറച്ച് നേരെങ്കിലും അതൊന്ന് ചിലപ്പോഴൊക്കെയെന്ന്. ഇനിയിപ്പോൾ ഞാൻ തുടരേണ്ടതുണ്ടോ? ചിലപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ഞാനിനി തുടരണോ? പറയാം അല്ലേ? ചിലപ്പോഴൊക്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മിസ്സിങ് അറിയാൻ വേണ്ടിയിട്ടാ. നമ്മൾ മാറി നിൽക്കുമ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഉയരുന്ന കുറേ പേരുകളുണ്ട്. എടി നീ എവിടെ? ആദ്യത്തെ ചോദ്യം. ഉമ്മ നിങ്ങളെവിടെ? രണ്ടാമത്തെ ചോദ്യം. താത്ത നിങ്ങളെവിടെ? മൂന്നാമത്തെ ചോദ്യം.
അമ്മായി നിങ്ങളെവിടെ? നാലാമത്തെ ചോദ്യം. ഇങ്ങനെ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ നമ്മളിങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വേഷങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. ആ പേരുകളിട്ട് വിളിച്ചുകൊണ്ട് നമ്മുടെ നാമങ്ങൾ ഇങ്ങനെ മുഴക്കേ കേട്ടുകൊണ്ടിരിക്കും. അരമണിക്കൂർ മാറി നിന്നാൽ മതി. കാരണം എന്താ? അരമണിക്കൂർ മാറി നിൽക്കുമ്പോഴത്തേന് മാറി നിൽക്കാത്ത ചിലരുണ്ട് വീട്ടിൽ. ആ വീട്ടുകാർ ഇരുട്ടത്താവും. അവർ ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പും, തട്ടിത്തടഞ്ഞ് ചിലപ്പോൾ വീണു പോയേക്കും. കാരണം വെളിച്ചം എവിടെയാ? വെളിച്ചം എവിടെയുള്ളത്? കുറച്ച് സമയം വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ചിലപ്പോഴൊക്കെ തോന്നലുണ്ടെന്ന്. കുറച്ച് സമയം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പ് പോയതാ അല്ലേ? എന്ത് ട്രിപ്പാ ഇപ്പൊ നടക്കല്? ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്ന ട്രിപ്പ് എന്താ? ഗേൾസ് ട്രിപ്പ് അല്ലേ? ഗേൾസ് അല്ലാത്ത വിമൻസാ പോവല് എന്നുണ്ടെങ്കിലും പറയണത് എന്താ? വിമണാണ് പോവുക അല്ലേ? പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പോണത്. ട്രിപ്പിന്റെ പേരെന്താ? പെരുവള്ളൂരാർ നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ. ട്രിപ്പിന്റെ പേരെന്താ? ഗേൾസ് ട്രിപ്പ് അല്ലേ? പെൺകുട്ടികൾ മാത്രമുള്ള ട്രിപ്പ്. ആ ട്രിപ്പ് പോയി കുറച്ച് സമയം അവിടുന്ന് മാറി നിൽക്കുമ്പോ കുറേ സമയം മാറി നിൽക്കാനാണോ നമുക്ക് തോന്നാറ്? അല്ല, വൈകുന്നേരം ഇങ്ങനെ ഇരുട്ടിത്തുടങ്ങുമ്പോ, സൂര്യൻ ഇങ്ങനെ അസ്തമനത്തിനൊരുങ്ങി നിൽക്കുമ്പോ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ട് അല്ലേ? പഠിച്ചോനെ ഇനി എപ്പോഴാണ് അവ പുരേക്കെത്തുക? വീട്ടിലേക്ക് എത്തണമല്ലോ, കൂടണയണമല്ലോ, എൻ്റെ സമാധാന കൂടിലേക്ക് എനിക്ക് എത്തേണമല്ലോ എന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു ആദി ഉണ്ടാവാറുണ്ട്. അത് തന്നെയാണ് ഓരോ സ്ത്രീകളും. ആ വെളിച്ചം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്നും പിരിഞ്ഞ് ആ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രകാശത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരിലേക്ക് ആ പ്രകാശത്തിൻ്റെ, ആ വെളിച്ചത്തിൻ്റെ പ്രകാശം കുറച്ചുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് ചൊരിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ചോദ്യത്തിന് നിങ്ങൾ ഇനി ഉത്തരം പറഞ്ഞില്ല. കുടുംബം വേണോന്ന്? വേണല്ലേ? കുടുംബം വേണമെന്നല്ല നിങ്ങൾക്കൊക്കെ തോന്നണത്. പക്ഷെ എനിക്ക് തോന്നുന്ന കുടുംബം വേണ്ടാന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഒരു കാര്യം തന്നെ കുറേ സമയം കേട്ടാല് പിന്നെ നമുക്ക് എന്താ തോന്നുക? അത് എന്നെ ചുറ്റും കേൾക്കണ പോലെ തോന്നൂലേ? തോന്നൂലേ? തോന്നും. ഒരു കാര്യം തന്നെ ഒരുപാട് തവണ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് തന്നെ കേൾക്കുക. വൈകുന്നേരം ആകുമ്പോഴും എൻ്റെ കാതുകളിൽ, എൻ്റെ ഓൾഫാക്ടറി നെർവ്സിൽ, എൻ്റെ ചെവിയിൽ നിന്നും ശബ്ദം ഇങ്ങനെ തലച്ചോറിലേക്ക് എത്തുന്ന നെർവാണ് ഓൾഫാക്ടറി നെർവ്. ആ നെർവിൽ ഒരു പക്ഷേ എനിക്ക് കേൾക്കണത് എന്താ? ആ സാധനം തന്നെ ആയിരിക്കും. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലിനിക്കിൽ കേൾക്കണത് എന്താണെന്നറിയോ? എന്താ? കുടുംബം വേണ്ട, കുടുംബം വേണ്ട, ബന്ധങ്ങൾ വേണ്ട, കല്യാണം കഴിക്കേ വേണ്ട. കല്യാണം കഴിച്ചാലല്ലേ കുടുംബം ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ട് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ഒരു ജനറേഷനിലേക്ക് കുടുംബം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ആ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടിയത് മുഴുവനും കുടുംബിനികളാണ്. ഇവിടെ കൂടിയത് മുഴുവനും നാം ഉമ്മമാരാണ്. ഇവിടെ കൂടിയത് മുഴുവനും മരുമക്കളോ നാത്തൂന്മാരോ ആണ്. ഒരു പക്ഷേ വീട്ടിലുള്ള നമ്മുടെ മക്കളോട്, എൻ്റെ മകനോടും നമ്മുടെ മകളോടും നമ്മുടെ കൗമാരക്കാരോടും പോയി ചോദിച്ചു നോക്കാം, കുടുംബം വേണോന്ന്. ഒരെന്താ പറയാ? വേണ്ട. പക്ഷേ ഉണ്ടല്ലോ, മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്താണെന്നറിയോ? എൻ്റെ ക്ലിനിക്കിലേ സങ്കടം പറയാനാണല്ലോ ആൾക്കാർ വരിക അല്ലേ? സന്തോഷം പറയാൻ വരുണ്ണയാളെ വരൂല. പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് സന്തോഷം പറയാൻ ആരെങ്കിലുമൊക്കെ വന്നെങ്കിൽ. കല്യാണം പറയാനും കൂടി ആരും ക്ലിനിക്കൊക്കെ കയറി വരൂല. കാരണം എന്താ? സൈക്കോളജി ക്ലിനിക്കാണ്, ഡോക്ടറാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വഴിക്ക് പോണവരൊന്ന് സ്പീഡിൽ ഓടും. പഠിച്ചോനെ മാനസിക രോഗിയാക്കോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? അപ്പോൾ സങ്കടം പറയാൻ മാത്രമാണ് ക്ലിനിക്ക് ആളുകൾ വരിക, സന്തോഷം പറയാൻ വരൂല. ഈ സങ്കടം പറയാൻ വരുന്ന ആളുകൾ അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാനും പങ്കുവെച്ച് അതിനുള്ള ഉത്തരം ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഉത്തരങ്ങളിലേക്ക് എത്തുവാനും പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുക്കിയ ആളുകൾ വരാറുണ്ട്. ഈ വരുന്ന ആളുകളൊന്നും അവരുടെ കൂട്ടുകാരുടെ കൂടെയല്ല വരാറുള്ളത്. ഈ വരുന്ന ആളുകളൊന്നും അവരുടെ സംഘടനക്കാരുടെയോ പാർട്ടിക്കാരുടെയോ നാട്ടുകാരുടെയോ കൂടെയല്ല വരാറുള്ളത്. ഈ വരുന്ന ആളുകളെല്ലാം സങ്കടം പറയാനും
അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഒടുവിൽ സമാധാനത്തിലേക്ക് എത്തിച്ചേരുവാനും വരാറുള്ളത് അവരുടെ കുടുംബങ്ങളുടെ കൂടെയാണ്. അതിനർത്ഥം നാം വേദനിക്കുമ്പോൾ, നാം ഇങ്ങനെ തളർന്നു പോകുമ്പോൾ, വഴുതി ഇങ്ങനെ വീഴാൻ ഒരുങ്ങുമ്പോൾ വഴുതരുതേ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ, അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ങി നിർത്തുവാൻ, തോളോട് തോള് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയുവാൻ നമ്മുടെ കുടുംബങ്ങളാണ് ഉണ്ടാവാറുള്ളത്. വിഷമിക്കുന്ന സമയത്ത്, വേദനിക്കുന്ന സമയത്ത് നമ്മോട് ചേർത്ത് നിർത്താൻ, നമ്മോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ കുടുംബങ്ങളാണ് ഉണ്ടാവാറുള്ളത് എന്ന് 6 വർഷത്തെ അനുഭവം ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് കുടുംബ ബന്ധത്തിനുള്ള പ്രാധാന്യവും. അതുകൊണ്ടാണല്ലോ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് മഹാനായ വ്യക്തിയാണ്. അദ്ദേഹം 1700ഓളം കുടുംബങ്ങളിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇപ്രകാരമാണ്: മനുഷ്യന് മാനസികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, മനസ്സിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വാസ്ഥ്യതകളും അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക്, മനപ്രയാസങ്ങൾക്ക്, മനോരോഗങ്ങൾക്ക് 75% കാരണവും അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകളാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ഊഷ്മളതയുടെ കുറവാണ്. അവരുടെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന ശിഥിലതയാണ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നാം ഓർക്കേണ്ടതുണ്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നവനും ഞാനും നാളെ സ്വർഗ പൂങ്കാവനത്തിൽ ഇപ്രകാരമായിരിക്കും. കൂടെ വീണ്ടും നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. 3 പേരുടെ പ്രാർത്ഥനയാ, 3 പേരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കാതിരിക്കുക. അറിയാമോ ആരുടെയൊക്കെയാണെന്ന്? 1, നമസ്കരിക്കാത്തവൻ്റെ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ മുൻപിൽ 5 നേരം സുജൂദ് ചെയ്യാത്തവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. 2, കുടുംബ ബന്ധം മുറിക്കുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. ചിന്തിക്കണം, ഞാനും നിങ്ങളും നെഞ്ചിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. എൻ്റെ വാക്ക്, എൻ്റെ നോട്ടം, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത എൻ്റെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ശിഥിലതകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓർക്കുക, സുജൂദിൽ കിടന്ന് കരഞ്ഞ് കേണിട്ടും കാര്യമില്ല, കരഞ്ഞ് അള്ളാഹുവിനെ വിളിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുക പോലും ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ 3-മത്തെ ആള് ഹറാം കഴിക്കുന്നവനാണ്, ഹറാം പ്രവർത്തിക്കുന്നവനാണ്. ഈ ഗണത്തിൽ നാം ഓരോരുത്തരും പെടാതിരിക്കണമേ എന്ന് യാതൊരു ശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ, ഒരു കുടുംബത്തെയും എടുത്ത് പഠനം നടത്താതെ, തികച്ചും ഇല്ലിറ്ററേറ്റ് ആയിരുന്ന, അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, നിങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. വർഷങ്ങൾക്കിപ്പുറം മെഡിക്കൽ സയൻസ് തെളിയിക്കുകയാണ്, കുടുംബ ബന്ധങ്ങൾക്കുള്ളിലുള്ള ശിഥിലതയാണ് മാനസിക രോഗങ്ങൾക്ക് കാരണം എന്ന്. 75% ആളുകളുടെയും മാനസിക രോഗങ്ങൾക്ക് കാരണമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും പ്രസക്തമായ ഒരു പഠന റിപ്പോർട്ടാണ് നമ്മിലേക്ക് വന്നിട്ടുള്ളത്. കാലഘട്ടം ഏതാ മാറിയില്ലേ? ഇതാ കാലം, ഇത് ഏതാണെയാളെ കാലങ്ങൾ ജീവിക്കുന്ന കാലല്ലേ? ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന കാലമല്ലേ? ഈ കാലത്തിനൊരു പേരുണ്ട്. എന്ത് യുഗമാണ്? ഓ, ഞാൻ ഞെട്ടുന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു പെരുവള്ളൂർക്ക് വന്നാ ഡോക്ടർ നിങ്ങൾ ഞെട്ടുന്ന്. ഞാൻ ഞെട്ടിക്കണ്ടേയാളെ, ഞെട്ടിക്കണ്ടേ? ഞാൻ ഞെട്ടിച്ചോളി. എന്താ യുഗത്തിന്റെ പേരെന്താ? കലിയുഗോ? അതാരേ പറഞ്ഞു കലിയുഗന്ന്? കലിയുഗമൊന്നും അല്ല തന്നെയാളേത്. ഇത് ഏതാ കാലം? ന്യൂ ജനറേഷൻ യുഗം. ന്യൂ ജനറേഷൻ യുഗം എന്ന് പറഞ്ഞാൽ പുതിയ വരുന്ന എല്ലാ തലമുറകളും അത് ഏത് കാലഘട്ടത്തിലും ന്യൂ ജനറേഷൻ തന്നെയാ. ഈ യുഗത്തിന് വേറൊരു പേരുണ്ട്. എന്താ? ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി. നിർത്തിയോ? 2 പ്രാവശ്യങ്ങളൊക്കെ ട്രൈ ചെയ്യലുള്ളൂ. സൈബർ യുഗം. ചിലരൊക്കെ പറഞ്ഞു സൈബർ യുഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗം അല്ലേ? പക്ഷെ ഉണ്ടല്ലോ, അതും കഴിഞ്ഞ്
സൈബർ യുഗം കഴിഞ്ഞു, കമ്പ്യൂട്ടർ യുഗം കഴിഞ്ഞു. ഈ യുഗത്തിന്റെ പേരെന്താണെന്നറിയോ? റോബോട്ടിക്സ് യുഗം എന്നാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അടുത്ത തവണ നമ്മൾ KMCC ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേ ഇവിടെ ക്ലാസ് എടുക്കാൻ വരെ ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഒന്നും അല്ല. ആരാ? റോബോട്ടുകാരും. ഇവിടെ ക്ലാസ് എടുക്കുന്നത് റോബോട്ടുകളായിരിക്കും. അതിലുപരി ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക പോലും ചെയ്യൂല. എല്ലാവരും അവരവരുടെ വീടുകളിൽ, നമ്മുടെ ബെഡ്റൂമുകളിൽ, നമ്മുടെ സ്വസ്ഥമായ അവസ്ഥകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് മനോഹരമായ ക്ലാസ്സുകൾ അങ്ങ് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഉള്ള സ്കോളേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കും. ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ക്രീൻ ആണ് അല്ലേ? സ്ക്രീനുകളിലാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കാറ്. ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് വിത്തൗട്ട് സ്ക്രീൻ ആയിരിക്കും. അവിടെ മുൻപിൽ മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടേഴ്സോ ലാപ്ടോപ്പുകളോ ഗാഡ്ജറ്റ്സോ തുടങ്ങിയ ഒരു സ്ക്രീനും നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ വായുവിൽ ഇങ്ങനെ മനുഷ്യൻ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് നാം അറിയും. അവരെ തൊടാൻ പറ്റൂല എന്ന് മാത്രം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മെറ്റാവേഴ്സ്. ശാസ്ത്രലോകത്തിൻ്റെ അതിനൂതനമായ കണ്ടുപിടുത്തമാണ് മെറ്റാവേഴ്സ്. ആ മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആ മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് മെറ്റാവേഴ്സ്. നമ്മൾ അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് റോബോട്ട് ചെയ്യുന്നത്. കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലേ? അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയോ? അതും അറിയില്ലേ? ഈ മൊബൈൽ ഫോൺ 24 hours/7 നമ്മളെ കയ്യിലില്ലേ? എപ്പോഴും നമ്മുടെ കയ്യിൽ നാം ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഉപകരണമാണ്. നമുക്ക് മാറ്റിവെക്കാൻ തെല്ലും ആഗ്രഹമില്ല. എൻ്റെ സന്തത സഹചാരിയാണ്, നമ്മുടെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ അയാളെ തലയണയുടെ താഴേക്ക് മാറ്റിവെക്കും അല്ലേ? ഉറങ്ങുന്ന സമയത്ത് പോലും മാറ്റിവെക്കാൻ നാം ആഗ്രഹിക്കാത്തത് കാരണം തലയിണയുടെ താഴേക്ക് നാം മാറ്റിവെക്കും. അടുത്ത ദിവസം പുലരുകയാണ്. അടുത്ത ദിവസം പുലർന്ന് ആ ദിവസത്തെ കാണാൻ വേണ്ടി കണ്ണിമകൾ തുറക്കുന്നത് പോലും ഈ പൂമുഖം കണ്ടുകൊണ്ടാണ്. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കൈ ഇങ്ങനെ തപ്പൂലേ നമ്മൾ തലയിണൻ്റെ താഴെ ഇല്ലേ? ഇന്നലെ വെച്ചാൾ അവിടെ തന്നെ ഇല്ലേ എന്ന് തപ്പി നോക്കി ആളെ കയ്യിലെടുത്ത് ആ വെളിച്ചം കണ്ടുകൊണ്ടാണ് ആ സൂര്യൻ്റെ പ്രകാശം കാണുന്നതിനു മുൻപേ നാം ഉണരുന്നത്. അത്ര പോലെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കാത്ത ആളാണ് മൊബൈൽ ഫോൺ. ഇതിന് ടെക്നിക്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയോ? പിന്നെ എന്തുകൊണ്ടാ ഇന്ന് ക്ലിനിക്കിൽ വന്ന ഉമ്മ പോലും പറഞ്ഞത്, ഡോക്ടറെ എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ യാതൊരു ആപ്ലിക്കേഷനും ഇല്ല, എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷനും ഇല്ല. പക്ഷേ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഫോണിൽ കൂടെ 40 പേരോടാണ് മകള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്? ഒരു പക്ഷേ ഈ പുതുയുഗത്തിൽ ജീവിക്കുമ്പോഴും മെറ്റാവേഴ്സിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഇങ്ങനെ താമസിക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നത് മക്കളുടെ ചിന്തകൾ, നമ്മുടെ ലോകം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓരോ ചിന്തകളെക്കുറിച്ചും നാം മനസ്സിലാക്കുന്നില്ല. അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒത്തുകൂടലിൻ്റെ, ഈ കൂടിച്ചേരലിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് പറയുന്നത്. നമുക്കറിയാം ഓരോ കുടുംബവും ഉണ്ടാകുന്നത്, കുടുംബം എന്ന് വെച്ചാൽ എന്താ? കുടുംബോ നിങ്ങളൊക്കെ പറയും ഇമ്പുണ്ടാവണതാണ് എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും കേൾക്കൽ എന്താണെന്നറിയോ? കൂടുമ്പോ ബോംബ് പൊട്ടണതാണ് എന്ന്. അപ്പൊ ഇതെന്താണെന്നറിയോ? ഒരിക്കലും ഇതിങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴേ ബോംബാണോ പൊട്ടലെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അല്ല ഡോക്ടറെ ഞങ്ങളൊക്കെ പറയല് കൂടുമ്പോൾ ഇമ്പുണ്ട് എന്ന് തന്നെയാണ്, ഇതെന്തത് നിങ്ങൾ മാത്രം ബോംബ് പൊട്ടുകയെന്ന് കേൾക്കണത് എന്ന്. അത് നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് അവിടെയും പറയാനുള്ളത്. ദിവസവും രാവിലെ 6 മണി മുതൽ അല്ലെങ്കിൽ രാവിലെ ക്ലിനിക്ക് തുടങ്ങി ആദ്യത്തെ കേസ് അറ്റൻഡ് ചെയ്യുന്നത് മുതൽ വൈകുന്നേരം ക്ലിനിക്ക് അടയ്ക്കുന്നത് വരെ കേൾക്കുന്നത് എന്താ? കൂടുമ്പോൾ പൊട്ടുന്ന ബോംബാണ്. കൂടുമ്പോൾ പകരുന്ന ഇമ്പത്തെയല്ല. സ്വാഭാവികമായും കൂട്ടത്തിൽ ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് കൂടുമ്പോൾ പകരുന്ന ഇമ്പമാണ് കുടുംബമെന്ന് നാം ഓരോരുത്തരും പറയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിൽ ആ ഇമ്പമുണ്ടോ?
അതിനു വേണ്ടിയാണ്, ആ ഇമ്പം പകരുന്ന കുടുംബമായി തീരുവാൻ വേണ്ടിയാണ്. ആ ഇമ്പം പകരുന്ന കുടുംബത്തിൽ നിന്നും ആ ഇമ്പത്തെ എപ്രകാരം തന്നെ അതേ അർത്ഥത്തിലും ആഴത്തിലും ഹൃദയത്തിലേക്ക് ഇങ്ങനെ എടുക്കുവാൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഓരോ കുടുംബവും ഉണ്ടാവുന്നത് വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തിലൂടെയാണ്. നിക്കാഹ് എന്ന് പറയുന്ന തനാകഹത്തുൽ അഷ്ജാർ എന്ന അറബി വാക്കിൽ നിന്നും ഉണ്ടായ വാക്കാണ് നിക്കാഹ്. വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്നാണ് തനാകഹത്തുൽ അഷ്ജാറിന്റെ അർത്ഥം. ഓർത്തു നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരികത. ആണിനെയും പെണ്ണിനെയും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും എല്ലാം തികച്ചും വ്യത്യസ്തരായ ആ രണ്ടുപേരെ യാതൊരു സാമ്യതകളും ഇല്ലാത്ത രാവിനോടും പകലിനോടും ഉപമിക്കപ്പെട്ടിരിക്കുകയാണ്. രാത്രി പോലെ, പകലിനെ പോലെ രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം എന്താ? രാത്രി പോകുമ്പോൾ പകല് വരും, പകല് പോകുമ്പോൾ രാത്രി വരും. ഇതാണോ അവർ തമ്മിലുള്ള ബന്ധം? ഇല്ല. ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് അവർ തമ്മിലുള്ള ബന്ധം. ആ രാവിനോടും പകലിനോടും ഉപമിക്കപ്പെട്ട വ്യത്യസ്തരായ രണ്ടുപേര് പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും ഇണയാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇണകളോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇണകളിലേക്ക് തരുന്ന വാഗ്ദാനമാണ്. നോക്കൂ, ജെൻഡർ ഈക്വാലിറ്റിക്ക്, ലിംഗസമത്വത്തിന് ഇത്രയേറെ മധുര മനോഹരമായ മറ്റൊരു ഉദാഹരണം എവിടെയാണുള്ളത്? ആണിനോട് മാത്രമല്ല പറയുന്നത്, ആണിനോട് മാത്രമായിക്കൊണ്ട് നീ വിവാഹം കഴിച്ച് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സംതൃപ്തി അടയുക എന്ന് പറയുന്നില്ല. മെയിൽ ഷോവനിസം അവിടെ കാണിക്കുന്നില്ല. ഇനി ഫെമിനിസം കാണിക്കുന്നുണ്ടോ നോക്കാം നമുക്ക്. സ്ത്രീയോട് നീ വിവാഹം കഴിച്ചുകൊണ്ട് ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്യുക എന്ന് പറയുന്നില്ല. പക്ഷേ ഇണകളോടാണ് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം മതം, സുബ്ഹാനല്ലാഹ്, ഇണകളാക്കപ്പെട്ടവരാണ് നമ്മൾ. ഇണകളാണ്. ഇണകൾ സൗജി എന്ന വാക്കാണ് പറയുന്നത്. സൗജിന് അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? ചവച്ചരയ്ക്കപ്പെട്ടത് എന്നാ. അറബി ഭാഷയിൽ ചവച്ചരയ്ക്കപ്പെട്ടത് എന്ന് അർത്ഥം വരുന്ന വാക്കാണ് സൗജ്. അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇഴകിച്ചേർന്ന വെള്ളം എന്നാണ് സൗജിനർത്ഥം. മണ്ണിലേക്ക് ഇറ്റ് വീണ വെള്ളത്തെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം മണ്ണിലേക്ക് വീണു, മണ്ണിലേക്ക് ഒഴുകുകയാണ്. ആ വെള്ളത്തെ മണ്ണിൽ നിന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ചിക്കൻ ബിരിയാണി കഴിച്ചാൽ അതിൽ ചവച്ചരച്ച് കഴിഞ്ഞാൽ ചവച്ചരയ്ക്കപ്പെട്ട ആ ഭക്ഷണത്തിൽ നിന്നും ചോറ് വേറെ, കറി വേറെ, ഉപ്പേരി വേറെ എന്ന് വേർപിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ ഇഴകിച്ചേരേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം നൽകുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രാധാന്യം? ഒരുപക്ഷെ ഈ കാലഘട്ടം തന്നെയാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. AI-യുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അത് തന്നെയാണ് ഈ വചനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാലഘട്ടവും. കാരണം ആ സംതൃപ്തിയിലാണ്, ആ സമാധാനത്തിലും ആ ആശ്വാസത്തിലുമാണ് ആ കണ്ണിയിൽ നിന്ന് ഉടലെടുക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മനോഹരമായ ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ആ ബന്ധത്തിൽ നിന്നും വിരിയുന്ന അതിനേക്കാൾ മനോഹരമായ പൂക്കളാണ് നമ്മുടെ മക്കൾ. നാളെ എന്ന് പറയുന്ന നമ്മുടെ നാട്, നമ്മുടെ നാടിൻ്റെ നാളെയുടെ പ്രതീക്ഷയും ഭാവിയും നമ്മുടെ മക്കളാണ്. അടുത്ത ജനറേഷൻ നമ്മുടെ മക്കളാണ്. ആ മക്കൾ നല്ല ഭാവിയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മിൽ നിന്നും ഉടലെടുക്കുന്ന ആ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ മാനസികാരോഗ്യം, നമ്മുടെ മാനസികാരോഗ്യം ഈ ആനന്ദത്തിലും ഈ ആഹ്ലാദത്തിലും ഈ സംതൃപ്തിയിലുമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ, ഇതുപോലെ ഉണ്ടല്ല ഒരു സദസ്സിൽ ഈ ആനന്ദത്തെക്കുറിച്ചും ആഹ്ലാദത്തെക്കുറിച്ചും സംതൃപ്തിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, അല്ല മോളെ, ചട്ടിയും കലമാവുമ്പോൾ പെരുവള്ളൂരും അങ്ങനെ തന്നെയാ. പെരുവള്ളൂരും ഈ ചട്ടിയും തട്ടിയും മുട്ടിയും തന്നെയാണോ അയാളെ? ആണോ? ഞാൻ വിചാരിച്ച അതങ്ങ് തെക്കേതോ നാട്ടിലിരുന്ന് തോന്നുന്നു. തെക്കൻ ജില്ലകളിൽ ഏതോ ഒരു ജില്ലയിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. ചട്ടിയും കലമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേന്ന്.
നോക്കൂ, ആ ചട്ടിയെയും കലത്തെയും കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പണ്ടൊക്കെ ചട്ടിയും കലവും തട്ടിയും മുട്ടി ഇരുന്നിരുന്നു എന്ന് പറഞ്ഞ് മുൻപിലുണ്ടായിരുന്ന ആ ഉമ്മ വീണ്ടും പറയാ, മോളെ, അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് 14 മക്കളുണ്ട്. ഈ മക്കളുള്ളതല്ല ഇമ്പോർട്ടൻസ്. അടുത്ത് വരുന്നുണ്ട് സാറിൻ്റെ മക്കളുണ്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുക. 14 മക്കളുണ്ട് പറഞ്ഞപ്പോഴത്തേന്. ഈ മക്കളൊക്കെ ആരാന്നറിയോ നിങ്ങൾക്ക്? എൻ്റെ വലിയ കുട്ടി റിട്ടയർഡ് തഹസിൽദാറാണ്. എൻ്റെ 2ാമത്തെ മോന് റിട്ടയർഡ് BDO ആണ്. എൻ്റെ 3ാമത്തെ മോന് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. എൻ്റെ 4ാമത്തെ മോള് ഹെഡ് മിസ്ട്രസ് ആണ്. എൻ്റെ 5ാമത്തെ മോള് ഹയർ സെക്കൻഡറി ടീച്ചറാണ്. 16 എണ്ണം ഓർത്തെടുക്കാൻ കഴിയൂല എന്നെയാളെ. 5 തന്നെ കഷ്ടപ്പെട്ട് ഞാൻ ഒപ്പിച്ചതാ. ഈ 14 മക്കളുടെയും വിവരവിശേഷങ്ങൾ മനോഹരമായി കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് ആത്മനിർവൃതിയോട് കൂടിയിട്ട് ആ ഉമ്മ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. തട്ടി മുട്ടിയൊക്കെ ഇരുന്നിട്ടും 14 കുട്ടികളെ മനോഹരമായി ഞങ്ങളൊക്കെ ഞങ്ങളെ കാലത്ത് വളർത്തി വലുതാക്കിയില്ലേന്ന് അല്ലേ? ഇന്ന് ഒരു ടൗൺ എടുത്ത് നോക്കിയാൽ, ഒരു അങ്ങാടി എടുത്ത് നോക്കിയാൽ അവിടെ എത്ര കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് എന്നറിയോ നിങ്ങൾക്ക്? മുക്കിലും മൂലയിലൊക്കെ ഉണ്ടാവും കൗൺസിലിങ്ങിന് ആൾക്കാർ ഇരിക്കണം അല്ലേ? അപ്പോൾ 1 2ാമത്തേന് എന്ത് ചെയ്യും? കൗൺസിലിംഗ് ഡിപ്ലോമയിൽ ഡിഗ്രിയും അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ എടുക്കാൻ പോകുക. എന്നിട്ട് കൗൺസിലർ, ക്ലിനിക്കൽ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഈ കൗൺസിലർമാരുടെ അടുത്തൊക്കെ പേഷ്യൻസും ഇല്ലേ? നാളെ തന്നെ എല്ലാവരും കൗൺസിലിങ്ങിൽ PG എടുക്കാൻ പോകണ്ടട്ടാ. എന്നിട്ട് പേഷ്യൻസ് ഇല്ലായിട്ട് ഡോക്ടർ എങ്ങളല്ല പേഷ്യൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വരരുത്. ഇവരൊക്കെ അടുത്ത് പേഷ്യൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാ? നമുക്ക് 14 കുട്ടികളുണ്ടോ? 14 കുട്ടികളിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? പെരുവള്ളൂരും ഉണ്ടാവില്ല, ഞങ്ങളെ നിലമ്പൂര് എടക്കര ഒന്നുമില്ല. ഈ 14 മക്കളെ നിഷ്പ്രയാസം വളർത്തി ഈ രൂപത്തിൽ മനോഹരമാക്കി ഇങ്ങനെ സംവിധാനിച്ച് വച്ചു എങ്കിൽ നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരാറ് 1 കുട്ടികളുള്ള അമ്മമാരാ. 1 കുട്ടികളുള്ള ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് വരാറ്. കാരണം എന്താ? ഒന്നുള്ളൂ വളർത്താനുള്ളൊരു പണി. വളർത്താനുള്ള ഒരു പണി എന്നും പറഞ്ഞ് വരുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. പണ്ടത്തെ കലം, പണ്ടത്തെ ചട്ടി അത് തട്ടിയും മുട്ടിയും ഇരുന്നുവെങ്കിൽ ആ കലത്തിൽ ഇത്തിരി വിള്ളലുകൾ വന്നാലും, ആ കലത്തിൽ ഇത്തിരി ഓട്ടയുണ്ടായാലും ഒരു പക്ഷേ മക്കൾക്ക് കഴിക്കാനുള്ള അരിയോ കഞ്ഞിയോ അതിൽ വേവുമായിരുന്നു. അവരുടെ വിശപ്പ് അവിടെ അടയ്ക്കപ്പെടുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ചട്ടിയും കലവും തട്ടി മുട്ടിയിരുന്നാൽ ആ ചട്ടീനെയും ആ കലത്തിനെയും നീട്ടി എറിയാനേ പറ്റുള്ളൂ. കാരണം അരി വേവൂല, ആ ചട്ടിയിൽ ഭക്ഷണം വേവൂല. ആ ചട്ടിയിൽ വേവുന്ന ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ വേണ്ട. കാരണം എന്താണെന്നറിയാമോ? മനോഹരമായ മറ്റനേകം സാഹചര്യങ്ങൾ, മറ്റനേകം ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാ ഏറ്റവും കൂടുതൽ മക്കള് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ വരുന്നത്? കല്യാണം കഴിക്കേണ്ടതില്ല, വിവാഹ ജീവിതം വേണ്ട, എന്തിനാണ് വെല്ലിമ്മ കിടക്കണ പാമ്പനെ എടുത്ത് തോളിൽ ഇടുന്നത് ഡോക്ടറേ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. എന്തിനാണ് വയ്യാവേലി എടുത്ത് തലയിലേറ്റുന്നത് ഡോക്ടറേ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ? വിവാഹം എന്ന് പറയുന്നത് പുരുഷന്റെ മേധാവിത്വമല്ലേ എന്ന് ചോദ്യമായി ചോദിക്കുന്ന മക്കളുണ്ട്. ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ പാടുണ്ടോ? എന്നോട് മാത്രമല്ല ടെണ്ടികളെ ചോദിക്കുക, മക്കൊക്കെ കുട്ടികളില്ലേ? മക്കൾ വളർന്നു വരും, നമ്മളോട് ചോദിക്കും, അല്ലുമ്മ കല്യാണം കഴിക്കേണ്ടതുണ്ടോ? അല്ലുപ്പ വിവാഹം കഴിക്കേണ്ടതുണ്ടോ? ഒരു പക്ഷേ ചോദിക്കാൻ മടിക്കുന്ന കുട്ടികൾ കഴിക്കേണ്ടാത്ത സാഹചര്യങ്ങളിലേക്ക് വഴിമാറി പോവുകയാണ് ചെയ്യേണ്ടത്. ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും സൂക്ഷ്മാലുക്കളായി ഇരിക്കേണ്ടതുണ്ട്. ചിന്തിക്കുക, എന്തിനാണ് ഇണകൾ പരസ്പരം, മാതാപിതാക്കൾ പരസ്പരം ഏറ്റവും സ്നേഹമുള്ളവരാവണം. സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം മക്കൾക്കും വീട്ടിലുള്ള മറ്റു ബന്ധങ്ങൾക്കും നാം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത് എന്നത് ഒരു ഉദാഹരണത്തിലൂടെ, ഒരു അനുഭവത്തിലൂടെ പങ്കുവെക്കുകയാണ്.